വിഷയം വേറൊന്നുമല്ല മക്കളെ, നമ്മളെ ഷിഹാബ് ചോറ്റൂര് മൂപ്പരെന്നെയാണ് ഇങ്ങനെ എയറിലടിച്ച് പോകുന്ന വൻ വിഷയം. സംഗതി കേരളത്തിൽ നിന്ന് പോയി നോർത്ത് ഇന്ത്യയിലെ ടൂറിലാണ് അദ്ദേഹമെങ്കിലും ബഹിരാകാശത്താണ് കേരളത്തിൽ അദ്ദേഹം എന്ന് ഞാൻ അറിയിച്ചു കൊള്ളുന്നത്. ഇബ്രാഹിം തിറയൽ എന്ന് പറഞ്ഞുള്ളൊരു വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ പേരിൽ പോക്കറ്റ് നിറയ്ക്കാൻ ഇറങ്ങി യൂട്യൂബ് ഹാജിയെ ന്യായീകരിച്ച് വെളുപ്പിക്കാൻ നോക്കിയ സമസ്ത മുല്ലാക്കന്മാർക്കും ഈ ബിസിനസ്സിൽ കമ്മീഷൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റാണ്. സംഗതി മൂപ്പര് കുറേ പാട്ട് പാടുന്നുണ്ട്, പിന്നെ മൂപ്പര് നടന്നുപോയ കഥ പറയുന്നുണ്ട്. അതിൽ നടന്നു പോയി എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. ഇടയ്ക്കൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഫ്ലൈറ്റ് കയറിപ്പോയതൊന്നും മൂപ്പര് പറയുന്നില്ല. മൂപ്പര് എന്തോ ഒരു ഹിന്ദിയിൽ സാറോസോസ് എന്നൊക്കെ പറഞ്ഞുള്ള കണക്കൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതിനിടയിൽ ഒരു വട്ടം ഈ പറഞ്ഞ പോലെ എയർ കയറിയിട്ട് വന്നിട്ട് എക്സ്പ്ലനേഷനും പറഞ്ഞ് അതും പാടി ആകെ മൊത്തം മൂപ്പരിങ്ങനെ നടക്കുക. ഇടയ്ക്ക് എവിടെയും ഒരു മാപ്പിളപ്പാട്ടൊക്കെ പാടുന്നത് കേട്ടു. മാപ്പിളപ്പാട്ട് പോലെയെന്ന് എനിക്ക് തോന്നിയത്. എന്താണെങ്കിലും മലയാളത്തിൽ പാട്ട് പാടുന്നതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ആശാൻ. നമുക്ക് നടക്കട്ടെ, ഒരു വഴിക്ക് നടക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൊരു വീഡിയോ അറ്റാച്ച് ചെയ്തതിൽ ഇങ്ങനെ എൻ്റെ പൊന്നു ഞാൻ അവിടെ പ്ലേ ചെയ്യാം. കാശ് ആരൊക്കെയോ കൊടുക്കുന്നുണ്ട്, ആശാൻ വാങ്ങി അവിടെ എടുത്ത് വെക്കുന്നുണ്ട്. അതിപ്പോൾ ഈ പോസ്റ്റ് ഇട്ട ആൾ പറഞ്ഞ പോലെ അത് ആരെ പോക്കറ്റ് പോകും എന്നുള്ളത് വേറെ ചോദ്യം. എന്നാലും വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. अच्छा गाड़ी ले लो, कोई प्रॉब्लम नहीं है. इस्लाम इज वेरी सिंपल. अच्छा घर बनाओ, क्या प्रॉब्लम? कोई प्रॉब्लम नहीं है. अच्छा घर बनाओ, अच्छा कपड़ा पहनो, अच्छा गाड़ी, सब चाहिए. अल्लाह के लिए थोड़ा काम करके अच्छा कपड़ा पहनो, अच्छा गाड़ी, अच्छा घर, सब दुनिया में എമ്മാതിരി പിഴിയലാണ് ഷിഹാബെ. അച്ചാ ഗാഡി, അച്ചാ കപ്പട, സബ് എല്ലാം ജീവിതത്തിൽ നിങ്ങൾ ഉണ്ടാക്കിക്കോ, നേടിക്കോ, ചെയ്തോ, ജീവിച്ചോ, മേടിച്ചോ, കുഴപ്പമില്ല. പക്ഷെ പടച്ചോന് വേണ്ടി അച്ചാ ചെയ്യണം. ഈ പടച്ചോന് വേണ്ടി അച്ചാ ചെയ്യാന്ന് പറയുമ്പോൾ ഇതേപോലെ ആളുകൾ വന്ന് കൈ നീട്ടി പൈസ തന്നാലാണോ പടച്ചോന് വേണ്ടി കാം ചെയ്യുക? നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിന് വേണ്ടി പണിയെടുക്കണം. നമ്മൾ സ്വയം നമുക്ക് വേണ്ടിയല്ലേ ജീവിക്കണ്ടേ? നമ്മൾ നമുക്ക് വേണ്ടിയാണ് ജീവിക്കണ്ടേ, വേറെ ആരും ഉപദ്രവിക്കാതെ നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. നമ്മൾ സമ്പാദിക്കുന്നു, നമ്മൾ വെച്ച് നമ്മൾ അനുഭവിക്കുന്നു. ഏതെങ്കിലും സമയത്ത് കുറച്ച് ആർക്കെങ്കിലും വിഷമം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ കയ്യിലുണ്ടെങ്കിൽ പറ്റുന്ന സാഹചര്യത്തിലാണെങ്കിൽ കൊടുത്ത് സഹായിക്കുക, കഴിഞ്ഞു, ഖത്തം. അല്ലാതെ ഇതാ നോർത്ത് ചെന്ന് പാവം കൃഷിക്കാരായ കുറേ ആൾക്കാരെ പറ്റിച്ച് അച്ചാ ഗാഡി, അച്ചാ കപ്പട എല്ലാം ചെയ്തോ, പക്ഷെ കുഴപ്പമില്ല, പടച്ചോന് വേണ്ടി കുറച്ച് ചെയ്യണം. അതെന്താ കയ്യിൽ പൈസ ഉരുട്ടിയിട്ട് ഷിയാബിൻ്റെ കൊടുക്കൽ. ഇങ്ങനെ കൊടുത്താൽ പടച്ചോന് ആണോ? അങ്ങനെയാണോ? പടച്ചോന് വേണ്ടി അങ്ങനെയാണോ ചെയ്യേണ്ട ആൾക്കാർ? കൊള്ളാം. എന്തായാലും ബാക്കി കാണാം. अल्हम्दुलिल्लाह. अभी नियत करो, देखो अच्छा नियत से शिहाब भाई. हम लोग पूरा इंडिया में, मैं भी इंडिया में. केरला किधर है? केरला मेरा घर का कितना किलोमीटर? 20 किलोमीटर का बाद समुद्र है. वो समुद्र का सामने मेरा घर. उधर से दूसरा समुद्र जिद्दा समुद्र तक 8640 किलोमीटर पैदल चल के गया. एक बार पहले मैं भी अकेले जाने के लिए नियत किया. मैं भी पूरा इंडिया का पेट्रोल पंप का नंबर कलेक्ट किया. സ്റ്റോറി എന്താണെന്നുണ്ടെങ്കിലും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഇലാബറേറ്റ് ആവുന്നുണ്ട്. ആദ്യം നടന്നു പോയി 86 കിലോമീറ്റർ എന്തൊക്കെയോ കണക്കൊക്കെ പറയുന്നുണ്ട്. കണക്കുകളൊക്കെ എന്തെങ്കിലും മറന്നിട്ടില്ല ആശാൻ. പെട്രോൾ പമ്പിൻ്റെ കഥയും പറയുന്നുണ്ട്, നമ്പറിൻ്റെ കഥ പറയുന്നുണ്ട്. ഇപ്രാവശ്യം കൂടിയെന്ന് പറഞ്ഞാൽ വീട് 20 കിലോമീറ്റർ അപ്പുറത്താണ് കടലിൻ്റെ, അവിടുന്ന് കുറച്ച് കിലോമീറ്റർ അപ്പുറത്താണ് സൗദി കടൽ. എന്നിട്ട് അപ്പം ഞാൻ ഇവിടെ നിന്ന് നടന്ന് അതുവരെ പോയി എന്നൊക്കെ പറയും. ഈ കടലിൻ്റെയും വീടിൻ്റെയും കഥയിലെ ആഡ് ഓൺ പുതിയതാണ്. എന്താണെങ്കിലും കഥ പറയുന്നുണ്ട്. കഥ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പടച്ചോന് വേണ്ടി ചെയ്യണം, എല്ലാം നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കണം, പക്ഷെ പടച്ചോന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് ജീവിക്കണം. അല്ലെ പടച്ചോന് വേണ്ടി ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ നന്മ ചെയ്യാൻ, നല്ല രീതിയിൽ ജീവിക്കുക. ഇതാണല്ലോ ദൈവം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ ചിന്തിക്കുമ്പോൾ ഈവൻ ദൈവങ്ങളാണെങ്കിൽ എന്താ പറയുക, നിങ്ങൾ രാവിലെ എണീച്ചിട്ട്
എനിക്ക് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കി കാശിന്ന് കുറച്ച് തരണം. അങ്ങനെ പറയൂ. കാശ് ഉണ്ടാക്കാനേ ഇവർ ഈ ദൈവം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ വിശ്വസിച്ചു. പടച്ചോനെ എനിക്ക് കുറച്ച് കാശ് വേണേ, ദൈവമേ എനിക്ക് കുറച്ച് കാശ് വേണേ, ഇതല്ലേ. അപ്പം ഈ അമ്പലത്തിലെ സ്ഥിതിക്ക് ഞാൻ ഓർത്ത് ചിരിക്കാറുണ്ട്. പുറത്ത് ഭിക്ഷക്കാർ പൈസയ്ക്ക് വേണ്ടിയിട്ട് യാചിക്കുമ്പോൾ അകത്ത് ഭക്തന്മാർ പൈസയ്ക്ക് വേണ്ടി യാചിക്കുകയാണ്. രണ്ടും കണക്ക് ഒന്ന് തന്നെ. പള്ളിയാണെങ്കിലും അമ്പലമാണെങ്കിലും പുറത്തിരിക്കുന്നതും ഭിക്ഷക്കാരെ, അകത്തുള്ളതും ഭിക്ഷക്കാരാണ്. യാചന പണി. അതിനിടയിൽ അതിൽ കൈയിട്ട് വാരൂടെ ദൈവം? എനിക്കറിയില്ല ഷിയാബിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. सोने के लिए खाना किधर मिलेगा नहीं बता सकते, पानी किधर मिलेगा नहीं बता सकते, किधर सोएगा नहीं बता सकते. मैं भी मस्जिद में सो सकते. हमारा इंडिया इज वेरी ब्यूटीफुल. मस्जिद, मंदिर, गुरुद्वारा, अल्लाह का सामने सजदा, रुको सुजूद अल्लाह का सामने. शिहाबा ये मिट्टी का वैल्यू भी नहीं है. शिहाबा क्या है? ഓ സ്വയം പറയാ. ഷിഹാബായി എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ വില പോലും ഇല്ല, നിങ്ങൾ ഇന്റെ കാലിൽ വീഴേണ്ട. എന്തെന്നാണ് ഷിഹാബ അവിടെ നിന്ന് സംസാരിച്ച് ആ പാവം മണ്ണിൽ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കുന്ന തൊട്ട് പൈസയും വാങ്ങി ലാസ്റ്റ് അയാൾ എൻ്റെ കാലിലും വീണപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ പലവട്ടം ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. ഇവനെങ്ങാണ്ട് ഇനി നടന്നുപോയി തിരിച്ചു വരുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ വൻ രീതിയിൽ മത കച്ചവടം ചെയ്യുമോ എന്നുള്ളത്, മതം വിൽക്കുമോ എന്നുള്ളത്. ഇതിപ്പോൾ അത് തന്നെയടേ ബിസിനസ്, പാക്കാ ബിസിനസ്. കേരളത്തിൽ എന്താണെങ്കിലും പഴച്ചു പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അവിടെ പോയി ചെയ്യുന്നത് പടച്ചോൻ്റെയും ദീൻ്റെയും പേരിലായതുകൊണ്ട് പ്രത്യേകിച്ച് ആരും എന്ത് ചെയ്യില്ലല്ലോ, ഇടപെട്ട് അലങ്കോലമാക്കില്ലല്ലോ എന്നായിരിക്കും. ഏത് അങ്ങനെയാണ്. ഇതിപ്പോൾ കേരളത്തിലേക്ക് എന്തായാലും വരാൻ പറ്റില്ല, വന്ന് ഈ പണി ചെയ്യാൻ പറ്റില്ല. വരാൻ പറ്റും, വന്ന് ഈ പണി ചെയ്യാൻ പറ്റില്ല, അത് ഉറപ്പാണ്. കാരണം കേരളത്തിൽ നിന്ന് ഒരു വട്ടം, കേരളത്തിൽ നിന്നല്ല കേരളത്തിൻ്റെ ബോർഡറിൽ നിന്ന് എവിടെ നിന്നാണ് ഏറെ പോയത്. എന്തായാലും ഒരു കാര്യം പറയാനുണ്ട്. പടച്ചോൻ്റെ പേരും പറഞ്ഞ് ഈ പറഞ്ഞ പാവം കൃഷിക്കാരും അവിടെയുള്ള ഈ നോർത്തിലുള്ള പാവങ്ങളെ പൈസ വാങ്ങിയിട്ട് അതുവഴി മോക്ഷം കിട്ടുന്നുള്ള പരിപാടി. പിന്നെ എൻ്റെ കഥ സംഗതി ശരിയാണ്, നല്ല എഫേർട്ടാണ് നടന്നു പോയത്. അതിലൊക്കെ നടന്നു പോകണതിനൊക്കെ സപ്പോർട്ടാണ്, നോ വറീസ്. നടന്നിട്ടും ഇടയ്ക്കൊന്ന് ഫ്ലൈറ്റിനൊന്നും വിഷയമല്ല, എഫേർട്ടാണ്. ആ ഒരാൾക്ക് ചെയ്യാൻ പറ്റാൻ ഭയങ്കര പാടാണ്, അതിന് കുറച്ച് വിൽ പവറൊക്കെ വേണം. അതിലൊക്കെ എന്നെ സമ്മതിച്ചു. പക്ഷേ ഷിയാവേ ഇത് ഏറ്റവും നല്ല എന്താ പറയുക പരിപാടി. ഈ മൈക്കും കെട്ടി എല്ലാ നോർത്തിലും കഥ ശേഷം മാറും. അതിൽ നല്ലത് ഒരു CD ആക്കി വെച്ചോളാം, പെൻഡ്രൈവിലാക്കിയിട്ട് പോണത് സ്ക്രീൻ വെച്ചിട്ടാൽ മതി ബാക്കിൽ. എന്നിട്ട് കസാലയും വെച്ച് മുന്നിലിരുന്ന കാലിൽ വീഴാൾക്ക് കാലിലും വീഴാം. പൈസ അങ്ങനെ വാങ്ങിയിട്ട് കയ്യിൽ വാങ്ങി ഇങ്ങനെ കൊടുക്കുകയും ചെയ്യാം. അതിന് പൈസ ഈ എടുക്കണ്ടോ ഇല്ല എന്നല്ല, എനിക്ക് അറിയില്ല ഏത് പൈസ ഷിയാബിന് കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. അതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഷിയാബിനുള്ളൊരു എക്സ്പ്ലനേഷൻ എന്തായിരിക്കും? ഞാൻ ഈ പൈസ വാങ്ങിയിട്ട് അവിടെയുള്ള പള്ളിക്കും മഹലിനും കൊടുത്തു, ഇല്ലെങ്കിൽ അവർ പാവപ്പെട്ടവർക്ക് കൊടുത്തു. അപ്പോഴും ഒരു മീഡിയേറ്റർ പണിയാണ് എടുക്കുന്നത്. അവരിഷ്ടമുണ്ടെങ്കിൽ കൊടുക്കട്ട്, അവരിഷ്ടമുണ്ടെങ്കിൽ കൊടുത്തോട്ട്. ഓക്കെ, എന്താണെങ്കിലും എന്തോ ചെയ്യ്. ഞാൻ ഈ പാവപ്പെട്ടവരെ ഈ ആദ്യം പറഞ്ഞു പടച്ചോൻ്റെ പേരിൽ പൈസയും വാങ്ങി കാലിലും വീണ ഒരാൾ കൊള്ളാം എന്തായാലും.